പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതനായ കർത്തൃദാസൻ പ്രിയ ബിജുസൻ പാസ്റ്റർ, തൻ്റെ കുടുംബം, ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ പ്രിയ ബ്രദർ ജിബിൻ കുടുംബം, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാനും നിങ്ങളിൽ പലരെയും പരിചയപ്പെടുവാനും ഒക്കെ ഈ അവസരം നൽകി. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബഹുമാന്യ ദൈവദാസൻ പറഞ്ഞതുപോലെ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ സംസാരിച്ചപ്പോൾ ദൃഢതയുള്ള ആ ഒരു ആത്മീയ ബന്ധത്തിൻ്റെ ചുരുളഴിയാനും ഒരുമിച്ചായിരുന്ന ഇന്നലകളിലെ ആ ഓർമ്മകൾ അയവിറക്കുവാനും ഇടയായി. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പ്രിയ ജിബിൻ കുടുംബത്തോടൊക്കെ ദൈവത്തെ ആരാധിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ കായംകുളത്തെ കഴിഞ്ഞ 22 വർഷമായി കർത്താവിൻ്റെ വേലയോട് ബന്ധപ്പെട്ട് അവിടെ തുടരുന്നു. ഞങ്ങൾ ആരംഭിച്ച ഒരു പ്രവർത്തനം, അത് ഷാരോൺ ചർച്ചുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് കൃപയാൽ ദൈവം ഞങ്ങളെ ആ ദേശത്ത് നിലനിർത്തുന്നു. പ്രിയ ജിബിൻ്റെ ഫാമിലിയൊക്കെ IPC സഭയോട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഞങ്ങളുടെ ആ ശുശ്രൂഷയ്ക്ക് ഒത്തിരി കൈത്താങ്ങലും ഒത്തിരി പ്രോത്സാഹനവും പ്രചോദനവും ആ കുടുംബം നൽകുന്നുണ്ട്. നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ കായംകുളത്തിൻ്റെ മണ്ണിൽ പ്രദേശത്തെ കർത്താവിൻ്റെ സേവനത്തോട് ബന്ധപ്പെട്ടായിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ പരിമിതമായ സമയങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്, ഞാനത് തിരിച്ചറിയുന്നു. എങ്കിലും എനിക്ക് ഇത്രയും സമയം വേദനിച്ച് നൽകിയതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതിന് മുൻപായി ഒരു പ്രസക്തമായ ദൈവവചന ഭാഗം ചിന്തിക്കുന്നതിന് മുൻപായി ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ആയുധത്തേക്കാൾ വലിയ പ്രാധാന്യം അഭിഷേകത്തിനാണ്. സ്തോത്രം. നമ്മുടെ ക്വാളിഫിക്കേഷനേക്കാൾ ദൈവകൃപയാണ് വലിയ പ്രാധാന്യത ഉള്ളത്. ആയുധത്തേക്കാൾ അഭിഷേകത്തിനാണ് പ്രാധാന്യം. ശൗലിൻ്റെ കയ്യിൽ ശിരസ്ത്രവും പടച്ചട്ടയും പരിചക്കാരനും കുന്തവും അധികാരവും ചെങ്കോലും ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഉപരി എല്ലാവരേക്കാൾ ഹൈറ്റ് കൂടുതലുള്ള ഒരു വ്യക്തിയായിരുന്നു ശൗൽ. ആയുധമുണ്ടായിരുന്നെങ്കിലും അവനിൽ അഭിഷേകമില്ലായിരുന്നു. ദാവീദ് നേരെ തിരിച്ചാണ്. അവന് ആയുധമില്ല, പക്ഷെ എന്തുണ്ട്? അഭിഷേകമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമുള്ളവരെ കയ്യിൽ എന്ത് കിട്ടിയാലും ആയുധമാണ്. കല്ല് കിട്ടിയാലും എല്ല് കിട്ടിയാലും വടി കിട്ടിയാലും തുണി കിട്ടിയാലും ഒരു പുതപ്പ്. അഭിഷേകമുള്ളവൻ്റെ കയ്യിൽ എന്നാ കിട്ടിയാലും അത് ആയുധമാണ്. ഇന്നിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ അതൊരായുധമായി മാറും. അഭിഷേകമില്ലാത്തവൻ്റെ കയ്യിൽ ഒരു വീരങ്കി കൊടുത്താലും 5 പൈസയുടെ ഗുണമുണ്ടാകില്ല. ചിലരെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്, കല്ലുള്ളവൻ്റെ കയ്യിൽ ഉന്നമില്ല, ഉന്നമുള്ളവൻ്റെ കയ്യിലൊട്ട് കല്ലുമില്ല. കാശുള്ളവന് കാഴ്ചപ്പാടില്ല, കാഴ്ചപ്പാടുള്ളവൻ്റെ കയ്യിലൊട്ട് കാശുമില്ല. പ്രൈസ് ദി ലോർഡ്. മോശയുടെ കയ്യിൽ കിട്ടിയതൊരു ഉണക്ക വടിയ. അലറി നിൽക്കുന്ന ചെങ്കടലിനെ വിഭജിപ്പാൻ ആ ഉണക്കവടി കൊണ്ടാണ് മോശ ചെങ്കടൽ വിഭജിച്ചത്. ആയുധത്തേക്കാൾ വലുതാണ് നിൻ്റെ അഭിഷേകം. ഒരു ചെങ്കടൽ എന്ന മഹാസമുദ്രത്തെ 2ആക്കി കീറി മുറിക്കാൻ സുവ്യക്തമാണ് ഒരു വടിയോ അങ്ങനെ ഒരു ആയുധം കൊണ്ട് സാധ്യമല്ല. പക്ഷേ ദൈവകൃപയുള്ളത് കൊണ്ട് മാത്രം അവൻ്റെ കയ്യിൽ അറ്റ് പ്രസൻറ്റിൽ എന്തായിരുന്നോ ഉണ്ടത്, അതവന് ജയത്തിൻ്റെ ഒരധികാരമായി മാറുകയാണ്. ഇന്ന് പകൽ എനിക്ക് ദൈവജനത്തോട് പറയാനുള്ളതും ആ സന്ദേശമാണ്. നീ അഭിഷേകം സൂക്ഷിക്കാമെങ്കിൽ, ദൈവകൃപ സൂക്ഷിക്കാമെങ്കിൽ, പ്രസൻറ്റിൽ നിന്നിൽ എന്തുണ്ടോ അത് വർദ്ധിപ്പിക്കും. പ്രസൻറ്റിൽ എന്താണുള്ളത് അതുകൊണ്ട് വിജയം കൈവരിക്കാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഭവനത്തിൽ നോട്ടിംഗാമില കറ്റാനത്തെ മാവേലിക്കരയ്ക്കടുത്തുള്ള ഒരു മേപ്പള്ളിക്കുറ്റി ഹോസ്പിറ്റലിൽ GNM പഠിച്ച ഒരു സിസ്റ്റർ ബാൻഡ് 7 നിന്നുകൊണ്ട് വർക്ക് ചെയ്യുകയും പ്രാക്ടീസറോ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് പറഞ്ഞു തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരെ കണ്ണുകൾ നനയുന്നുണ്ട്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, കൃപയാ, കരുണയാ,
പ്രൈസ് ഒരിക്കലും അങ്ങനെ സാധ്യമല്ല. പക്ഷേ ഇവിടെ വന്ന് പല ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് എടുത്ത് അല്ലെങ്കിൽ പല കോഴ്സുകളൊക്കെ ചെയ്ത് ഈ പദവിയിലെത്തിയതാണ്. കൃപയുള്ളവൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരവും നല്ല ഗൈഡൻസും ഉണ്ടാകും. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 5 കല്ലിൽ 1 കല്ലേ ദാവീദിന് ചെലവായുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമുള്ളത് കൊണ്ട് അവൻ്റെ കയ്യിലെ കല്ലൊരു ആയുധമായി തീർന്നു. കല്ലൊരിക്കലും ഒരു യുദ്ധോപകരണമല്ല. കല്ലൊരിക്കലും ഒരു യുദ്ധത്തിന് പറ്റിയ ആയുധമേ അല്ല, സുവ്യക്തമാണത്. അതാ നമ്മുടെ ഗോലിയാത്ത് പറഞ്ഞത്, നീ ഒരു നായുടെ നേരെ വരുന്നത് പോലെ എൻ്റെ നേരെ കല്ലും വടിയൊക്കെ ആയിട്ട് വരികയാണോ? അഭിഷേകമുള്ളവൻ്റെ കയ്യിൽ കല്ല് കിട്ടിയാലും ആയുധമാ. ഗോലിയാത്തിൻ്റെ ശിരസ്ത്രത്തിൻ്റെ കീഴെ കാറ്റ് കയറാൻ 2 mm ഗ്യാപ്പ് ഇട്ടിടത്തൂടെ 200 മീറ്റർ ദൂരെ നിന്ന് ഒരു കല്ലെറിഞ്ഞ് പിടിപ്പിച്ചു. കൃത്യമായ ഉന്നം. പ്രൈസ് ദി ലോർഡ്. 5-ൽ 4 കല്ല് ഇപ്പോഴും ദാവീദിൻ്റെ കയ്യിലുണ്ട്. അഭിഷേകമുള്ളവൻ്റെ കയ്യിൽ കല്ല് കിട്ടിയാലും ആയുധമാ. എല്ല് കിട്ടിയാലോ? ശിംശോൻ്റെ കയ്യിൽ കഴുതയുടെ എല്ലാ കിട്ടിയത്. 1000 ഫെലിസ്ത്യരെ കൊന്ന് 2 എന്നും പറഞ്ഞ് ഫെലിസ്ത്യരെ ശിംശോൻ 2 കൂനയാക്കി കൂട്ടിയിട്ടു. അഭിഷേകം നിന്റെ പക്കലുണ്ടെങ്കിൽ എതിരെ വരുന്ന പ്രതികൂലങ്ങളെ ജയിപ്പാനും അത് ഉപയുക്തമാകാൻ പോകുകയാ. ഒന്ന് കരമുയർത്താമോ? ദൈവത്തിന് സ്തുതി. അങ്ങനെയാണെങ്കിൽ ഏലിയാവിൻ്റെ കയ്യിൽ ഒരു തുണിപ്പീസ, പുതയ്ക്കാനും അതാ. ആ പുതപ്പാണ് യോർദാനെ കീറി മുറിച്ചത്. ആ പുതപ്പിന് വേണ്ടിയാണ് ഏലീശ ഗിൽഗാലിൽ നിന്നും പുറപ്പെട്ട് ബഥേൽ, യെരിഹോവ്, യോർദാൻ എന്ന് പറയുന്ന നദി കടന്ന് ഏലിയാവിനെ പിൻഗമിച്ചതിൻ്റെ കാരണം ഒരു കാര്യമാണ്, ഏലിയാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് കിട്ടണം. പക്ഷേ അതൊരു പുതപ്പിൻ്റെ രൂപത്തിലാണ് ഈ ഏലീശായ്ക്ക് ലഭിച്ചത്. ഒന്ന് ദൈവത്തിന് നന്ദി പറയാമോ? നീ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. അതുകൊണ്ട് കല്ലും എല്ലും വടിയും തുണിയും ഒന്നും ആയുധമല്ല. പക്ഷേ അഭിഷേകമുള്ളവൻ്റെ കയ്യിൽ എന്നാ ഉണ്ടോ അത് ആയുധമാകാൻ പോവാ. നിന്നെ ജയം നൽകാൻ, നിനക്ക് മുന്നേറ്റം നൽകാൻ, നിന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാൻ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. പ്രാർത്ഥനയോടെ തുടരാം. 1-2 ചിന്തയോടെ ഞാൻ പറഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുക. അഭിനാദാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. കേട്ടിട്ടുണ്ടോ? ബൈബിളിൽ. എന്താ പേര്? അഭിനാദാബ്. അവനോട് ചേർന്ന് പഠിച്ചാൽ ഓബദേദോം എന്ന് പറയുന്ന മനുഷ്യനുമുണ്ട്, അല്ലേ? അഭിനാദാബ് എന്താ പ്രത്യേകത? അവൻ്റെ വീട്ടിൽ യഹോവയുടെ പെട്ടകം ഇരുന്നു, അല്ലേ? ദൈവത്തിൻ്റെ പെട്ടകം. എത്ര നാളാ? ആരോ പറഞ്ഞല്ലോ, 20 വർഷം ദൈവത്തിൻ്റെ പെട്ടകം അഭിനാദാബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടിലായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഓബദേദോമിൻ്റെ വീട്ടിൽ പെട്ടകം ഇരുന്നു. എത്ര നാളാ? കേവലം 3 മാസം. ശ്രദ്ധിക്ക്, അഭിനാദാബിൻ്റെ വീട്ടിലിരുന്ന പെട്ടകം 20 വർഷമാ. അവൻ്റെ മക്കളിൽ ഒരുത്തൻ്റെ പേരാണ് നമ്മുടെ ഉസ. കാളവണ്ടി ഡ്രൈവർ കളിച്ചതവൻ. പ്രൈസ് ദി ലോർഡ്. കാളവണ്ടി ഡ്രൈവർ കളിച്ചതാ ഉസ. 20 വർഷം പെട്ടകം ഇരുന്നതാ അവൻ്റെ വീട്ടിൽ, അഭിനാദാബിൻ്റെ. അവൻ്റെ 2 മക്കളൂടെ കാളവണ്ടി ഡ്രൈവർ കളിക്കാൻ പോയി. ഉസ ദൈവത്തിൻ്റെ പെട്ടകം ചരിഞ്ഞപ്പോൾ ഇവൻ കൈനീട്ടി, പിടിച്ചുവൊന്നുമില്ല. വായിക്കുന്നുണ്ട്, 11 kV കറണ്ടിൻ്റെ കമ്പിയെ കയറി തൊടുന്ന പോലെ കരിഞ്ഞു പോയ ആള്. പ്രൈസ് ദി ലോർഡ്. 5 രൂപയുടെ ഗുണം ഈ അഭിനാദാബിന് ഉണ്ടായില്ലെന്നേ. ദാവീദ് ഭയപ്പെട്ടു പോയി. പെട്ടകത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള അവൻ്റെ കൺസെപ്റ്റ് അടിമുടി മാറി. അവൻ ഭയവിഹ്വലനായി. ഞാൻ വായിച്ചത് ഇങ്ങനെയാ, ഓബദേദോം എന്ന് പറയുന്ന മനുഷ്യനോട് ദാവീദിന് അല്പം നീരസമുണ്ടായിരുന്നു. ഭയപ്പെട്ടുപോയ ഈ ദാവീദ് അഭിനാദാബിൻ്റെ മകൻ ഉസ പെട്ടകത്തെ തൊടാൻ കൈനീട്ടിയപ്പോൾ മരിച്ചു വീണപ്പോൾ ഭയവിഹ്വലനായ ഈ ദാവീദ് താൻ ഈ ഓബദേദോമിൻ്റെ വീട്ടിൽ അവനോടിട്ട് കൊടുത്തേക്കാം, അവനൂടെ കരിയുന്നെങ്കിൽ കരിയട്ടെന്ന് പറഞ്ഞ് കൊണ്ടുവച്ച് കൊടുത്തതാ. പക്ഷെ എൻ്റെ ചിന്ത പറയാം, ഓബദേദോമിൻ്റെ വീട്ടിൽ പെട്ടകം എത്തിയപ്പോൾ അന്ന് മുതൽ അവൻ്റെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന അന്ന് വരെ ഉണ്ടായിരുന്നുള്ളായിരിക്കാം.
പക്ഷേ അന്നു മുതൽ അവൻ്റെ പ്രഭാത പ്രാർത്ഥന കൂടെ തുടങ്ങിയെന്ന് എൻ്റെ ചിന്ത. അവൻ്റെ കുടുംബവും അവൻ്റെ കുഞ്ഞുങ്ങളും തയ്യാറെടുപ്പോടെ ആരാധിക്കാൻ തുടങ്ങി. ദൈവത്തെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുൻപിലുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും അനർഗളമായി അവരെ അവിടെ ചെയ്തെന്നേ. അത്ഭുതമെന്ന് പറയട്ടെ, 20 വർഷം വേണ്ടായിരുന്നു. എത്ര നാളാ? കേവലം 3 months, 3 മാസമേ ഓബദേദോമിൻ്റെ വീട്ടിൽ പെട്ടകം ഇരുന്നുള്ളൂ. അറിയാമോ? 30 വർഷം ഓബദേദോമ് അധ്വാനിച്ചാൽ കിട്ടുന്ന നന്മ കേവലം 3 മാസം കൊണ്ട് ഓബദേദോമിൻ്റെ വീട്ടിൽ വന്നു കയറി. സത്യത്തിൽ ദാവീദിന് കോൺഫിഡൻസ് ഉണ്ടായതും അവൻ്റെ ചോർന്നുപോയ അധൈര്യത്തെ മാറ്റിക്കളഞ്ഞ ദൈവകൃപയോ ദൈവശക്തിയോ ഒക്കെ അവനിലേക്ക് ഉൽപ്പാദിതമായത് ഈ ഓബദേദോമിൻ്റെ ജീവിതവും അവൻ്റെ വീട്ടിലുണ്ടായ അനുഗ്രഹത്തിൻ്റെ കലവറ കണ്ട് കോരിത്തരിച്ച ഈ ദാവീദ് പെട്ടകം അവൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു. എന്തു മനസ്സിലായി? അബീനാദാബ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തോടുള്ള അവൻ്റെ പ്രതിബദ്ധത കറക്റ്റ് അല്ലാഞ്ഞത് കൊണ്ടോ, തയ്യാറെടുപ്പോ ഒരുക്കങ്ങളോ ക്രമീകരണങ്ങളോ ശരിയല്ലാഞ്ഞത് കൊണ്ടോ 20 അല്ല 40 വർഷം ഇരുന്നാലും ഒരു ബ്ലെസ്സിങ്സും ഉണ്ടാകാത്ത അബീനാദാബ്. പക്ഷേ ദൈവസന്നിധിയിൽ തയ്യാറെടുപ്പോടെ നല്ല മനസ്സോടെ ഒരുക്കപ്പെട്ടാൽ ആമേൻ 20 വർഷം വേണ്ട, 3 മാസം മതി ദൈവിക നന്മയ്ക്കെന്ന് തെളിയിച്ചു കൊടുത്തവന് ഓബദേദോം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാമോ? മറ്റൊരു ചിന്തയോടെ പറഞ്ഞ് ഞാനൊരു പ്രസക്ത വേദഭാഗത്തേക്ക് തിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ന്റെ 30-31 വായിക്കുന്നത് ഇങ്ങനെയാ. യേശു കർത്താവ് എമ്മവസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ അല്ലേ, 7 നാഴിക 14 കിലോമീറ്റർ യേശു അവരുടെ കൂടെ നടന്നു. അകങ്കണ്ണ് അടഞ്ഞിരുന്ന എമ്മവസിലേക്ക് പോകുന്ന ക്ലയോപ്പാവും മറ്റൊരു ശിഷ്യനും അകങ്കണ്ണടഞ്ഞിരിക്കുന്നു. പ്രഭാതത്തിൽ യാത്ര തിരിച്ചതാ, സായം സന്ധ്യയായി. അവിടെ എത്തുമ്പോൾ യേശു അവരെ വിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ യേശുവിനോട് അവർ റിക്വസ്റ്റ് ചെയ്യുകയാ, ഇവിടെ താമസിക്കണം ഞങ്ങളുടെ കൂടെ. യേശു അവിടെ വെച്ച് അവർക്ക് അപ്പം നുറുക്കി കൊടുത്തു. 30-ാം വാക്യമാണ് തോന്നുന്നല്ലേ. അപ്പം നുറുക്കി കൊടുത്തപ്പോൾ സംഭവിച്ചത് എങ്ങനെയാ? അവരുടെ കണ്ണു തുറന്നു. ഉടൻ യേശുവിനെ അവരറിഞ്ഞു. അവർ റിയലൈസ് ചെയ്തു, ഇത് ജീസസ് ക്രൈസ്റ്റാ, അവരുടെ പ്രാണനാഥന. കഴിഞ്ഞ 14 മണിക്കൂർ തിരിച്ചറിയാതിരുന്ന അവരുടെ കണ്ണു തുറന്നത് യേശുവിൽ നിന്നും ഭക്ഷിച്ചപ്പെടാം. ഇവിടെ തിരുമേശയും ഉണ്ടല്ലോ. സന്ദേശം ഞാൻ അതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തുകയാണ്. നല്ല ഒരുക്കത്തോടെ തയ്യാറെടുപ്പോടെ ശുദ്ധീകരണത്തോടെ ഇരുന്നാൽ നീ കണ്ണു തുറന്ന് അനുഗ്രഹിക്കപ്പെടാനിടയാകും. ആ നാഴികയിൽ 33-ാം വാക്യം, ആ നാഴികയിൽ തന്നെ കൂരിരുട്ട്. ഇന്നത്തെ ഹൈമാക്സ് ലൈറ്റ് ഒന്നുമില്ല, ഫെസിലിറ്റീസ് ഇല്ല. ആ കൂരിരുട്ടിൽ കാളരാത്രിയിൽ യേശുവിൻ്റെ ലിറ്ററലി ഫിസിക്കലി പ്രസൻസ് അവരോടൊപ്പം ഇല്ലായിരുന്നു. പക്ഷേ ആ രാത്രി തന്നെ അവർ റിട്ടേൺ അടിച്ചു യെരുശലേമിലേക്ക്. കണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ണു തുറന്നു. പക്ഷേ യോഹന്നാൻ 13-27 വായിക്കുന്നു, യേശു പാസ്റ്റർ മറ്റൊരാൾക്ക് അപ്പം നുറുക്കി കൊടുത്തു. ഇവിടെ ഞാൻ അങ്ങ് സംബോധന ചെയ്യുകയാ. യേശു പാസ്റ്ററെ എമ്മവസിലേക്ക് പോയവർക്ക് അപ്പം നുറുക്കി കൊടുത്തപ്പോൾ സംഭവിച്ചത് അവരുടെ കണ്ണു തുറന്നു. യേശുവിനെ റിയലൈസ് ചെയ്തു. അവർ റിട്ടേൺ അടിച്ചു. അത്ഭുതമെന്ന് പറയാം. ദൈവം അവരെ അനുഗ്രഹിച്ചു. പക്ഷേ ഇസ്കരിയത്ത് യൂദായിക്ക് യേശു അപ്പം നുറുക്കി കൊടുത്തു. 13-27 വായിക്കുന്നത് അങ്ങനെയാ അല്ലേ. ഉടനെ പ്രൈസ് ദി ലോർഡ്. യേശു സാത്താനെ കൊണ്ട് നടക്കുന്നയാളല്ല. പക്ഷേ അവൻ്റെ മനോഭാവമാണ് അവിടെ. ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. കണ്ടോ? സ്തോത്രം. ദൂത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എമ്മവസിലെത്തിയവരുടെ ഹൃദയം തുറന്നു, അല്ലെങ്കിൽ കണ്ണു തുറന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യൂദായിക്ക് യേശു തന്നെയാണ് അപ്പം നുറുക്കി കൊടുത്തത്. അപ്പം നുറുക്കി കൊടുക്കുന്നവരുടെ വിഷയമല്ല ഇവിടെ, അത് സ്വീകരിക്കുന്നവരുടെ തയ്യാറെടുപ്പുകൾ അനുഗ്രഹമാകണം. ആമേൻ. നല്ല ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചന ചിന്തയ്ക്കായി വേദഭാഗം എടുക്കാം. ആമേൻ. നമ്മുടെ വിഷയം നമുക്ക് നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷം എടുക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 67-ാമത് വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 67-ാമത് വാക്യം. മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ദൈവകരം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം.
പ്രാർത്ഥിക്കുന്നു നാഥ, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വ്യത്യസ്തമായ അറിവുകളുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ മക്കൾക്കൊക്കെ ആ അറിവുകൾ ലഭിച്ചവരിവിടെയുണ്ട്. ആ അറിവുകളിൽ ചിലതാണ്: ദൈവത്തെ രുചിച്ചറിയുക, 2 തിരിച്ചറിയുക, 3 ഗ്രഹിച്ചറിയുക, 4 അനുഭവിച്ചറിയുക. ഒന്നുകൂടെ പറയാം. ദൈവത്തെ അറിയുവാൻ ബൈബിൾ അതെ സംബോധന ചെയ്യുന്നതോ നമ്മുടെ മുൻപിൽ വരച്ചൊരുക്കുന്ന 4 അറിവുകളുണ്ട്. നമ്പർ 1, ദൈവത്തെ രുചിച്ചറിയുക. 34:8 സങ്കീർത്തനം വായിക്കുന്നത് അങ്ങനെയാ: യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. നമ്പർ 1 ദൈവത്തെ രുചിച്ചറിയുക. 2 ദൈവത്തെ തിരിച്ചറിയുക. പൗലോസ് മനസ്സിലാക്കി ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന്. പരിശുദ്ധാത്മാവ്, സാത്താനല്ല വിലക്കിയത്, പരിശുദ്ധാത്മാവ് വിലക്കി. ഇതേ പൗലോസ് 1 തെസ്സലോനിക്കരിൽ 2 വായിക്കുന്നു: 2-3 പ്രാവശ്യം ഞാൻ നിങ്ങളുടെ നടുവിൽ വരാൻ ആഗ്രഹിച്ചു, നിങ്ങളെ സമീപിക്കാൻ ആഗ്രഹിച്ചു, നിങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ പരിശുദ്ധാത്മാവല്ല, സാത്താൻ എന്നെ തടഞ്ഞു. ഒന്ന് സ്തോത്രം ചെയ്യാമോ? സാത്താനും തടയും, പരിശുദ്ധാത്മാവും തടയും. ദൈവവും തടസ്സമുണ്ടാക്കും, പിശാചും തടയും. ഇത് തിരിച്ചറിയുന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ, വിവേചനപരം. അബ്രഹാമിന് 99-ാമത്തെ വയസ്സിൽ ദൂതന്മാർ 3 പേര് വീട്ടിൽ വന്നു. 100-ാമത്തെ വയസ്സിൽ തലമുറ കിട്ടി. 117-ാമത്തെ വയസ്സിൽ അപ്പച്ചനോട് ദൂതൻ പറഞ്ഞു, അല്ല ദൈവം പറഞ്ഞു, നിന്റെ മകൻ ഏകജാതനായ ഇസഹാക്കിനെ യാഗമർപ്പിക്കണം. അതേ, മനുഷ്യക്കുരുതി ബൈബിളിലില്ല. ഉണ്ടോ? നരബലി ബൈബിളിലില്ല. ഒരു പൊട്ടനെ പോലെ കേട്ട ദൂത് ശിരസാ വഹിച്ച അബ്രഹാം മോറിയാ മലയിലേക്ക് നടന്നു നീങ്ങുകയാ. പ്രൈസ് ദി ലോർഡ്. ഞാനീ പറഞ്ഞത് അബ്രഹാം എന്ന് പറയുന്ന കരുത്തുറ്റ വിശ്വാസത്തിൻ്റെ അതേ നല്ല കരുത്ത് പ്രാപിച്ച അബ്രഹാം നടന്നു കയറുന്നു മോറിയാ മലയിലേക്ക്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ മോറിയാ മലയിൽ പോകുന്നതിന് മുൻപേ തന്നോട് പറഞ്ഞത് പിശാചല്ല. നമ്മളാണ് പറഞ്ഞത്, കളിച്ച് കളിച്ചെൻ്റെ കൊച്ചിൻ്റെ മണ്ടയ്ക്ക് ഇപ്പോൾ പിശാചെ വെപ്പുവല്ലാണ് പല്ലും പോയതിന്. സ്തോത്രം. ഈ പെന്തക്കോസ്തുകാരുടെ പല്ലൊക്കെ നല്ലതായതുകൊണ്ടാണ് പല്ലിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വായിലൊന്നും പല്ല് കാണത്തില്ല. കാരണം ശാസിച്ച് നമ്മുടെ ഊപ്പാട് തീരുവല്ലേ. വെപ്പുവല്ലല്ലാത്തത് ഭാഗ്യം. അതാ പറഞ്ഞത്. കൊരവള്ളിയൊക്കെ പൊട്ടിപ്പോകുന്ന നിലയിലല്ലേ ശാസിക്കുന്നത്. ചിലർ പേടി കിട്ടിയ ശാസനയാ. വെടിവെച്ചിടുന്നെന്ന് പറഞ്ഞ പോലെ ഭയങ്കര പേടിയും ഭയവുമാ. അവിടുന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു, മറ്റിടത്തുനിന്ന് വരുന്നു. ജിബിനെ അറിയാം. ഞങ്ങൾ കായംകുളത്താണ്. ഞങ്ങൾ പ്രസൻറ്റിൽ താമസിക്കുന്ന വീട് 18 വർഷം മുൻപ്, 19 വർഷം മുമ്പേ ഞങ്ങളവിടെ എത്തുമ്പോൾ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ആ വീടിൻ്റെ മുകളിലേക്ക് വലിയ ഒരു ആൽവൃക്ഷം, അപ്പുറത്തെ പറമ്പിലെയാണ് ആൽവൃക്ഷം. അതിൻ്റെ കീഴെ ആ വീട്ടുകാർ ചിത്രകൂടം, പാമ്പിന് പാല് കൊടുക്കുക. അങ്ങനെയാണ് അവരവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ മുകളിലേക്ക് ശിഖരങ്ങൾ കിടക്കുകയും ഇതെല്ലാം പണ്ട് ഒരുമിച്ച് കിടന്ന ഭൂമിയായതുകൊണ്ട് ദോഷം കയറി ഞങ്ങൾ 10ാമത്തെ താമസക്കാരാണ്. 9 പേരും രോഗം, മരണം, സാമ്പത്തിക തകർച്ചയാൽ ഓടി. ഞങ്ങളവിടെ താമസം തുടങ്ങിയപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തു നിന്നൊക്കെ ആൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഭയങ്കര ശാപമുള്ളതാണ്, താമസിക്കരുത്. കൃപയാൽ ഞങ്ങളവിടെ താമസിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി ഇന്ദിര, ശശി ചേട്ടൻ ഇപ്പോഴും ഉണ്ട്. അവർ എൻ്റെ വൈഫിനോട് വന്ന് പറഞ്ഞ്, പ്രാർത്ഥിക്കണം, ഈ ആൽവൃക്ഷം വെട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുക, തന്ത്രിമാരെ വരുത്തണം, 14 ദിവസം പൂജ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. സ്വർണം കൊണ്ടൊരു പാമ്പിനെ ഉണ്ടാക്കണം. ആ പാമ്പിനകത്തോട്ട് ഇവിടുത്തെ പാമ്പിനെ എല്ലാം കൂടെ പൂജ ചെയ്ത് ആവഹിച്ച് അതിനകത്ത് കയറ്റി കറ്റാനത്തിന് അടുത്തുള്ള വെട്ടിക്കോടെന്ന് പറയുന്ന സ്ഥലത്ത് അമ്പലത്തിൽ കൊണ്ടിരുത്തണം. കണ്ടോ, മേടിച്ചു പോയി പാമ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോലെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവരെന്തോ കുന്തപ്രാണ്ടിയൊക്കെ കാണിച്ച്, ചുരുക്കി പറഞ്ഞാൽ ആൽവൃക്ഷം വെട്ടി. പണ്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ വന്ന പുള്ളികളൊക്കെ വന്ന് പറഞ്ഞു, എൻ്റെ പാസ്റ്ററേ, ആമേൻ, എൻ്റെ വൈഫിനോട് വന്ന് പറഞ്ഞു, ഭയങ്കരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു, എന്തു പറ്റി? ആൽവൃക്ഷം വെട്ടി. ഞാനും പ്രാർത്ഥിച്ചിട്ടില്ല, എൻ്റെ ഭാര്യയും പ്രാർത്ഥിച്ചിട്ടില്ല, ഞാനും പേടിച്ചില്ല, എൻ്റെ ഭാര്യയും പേടിച്ചില്ല. കൃപയാൽ ദൈവം ഞങ്ങളെ 19 വർഷം നിർത്തി. അവിടെയാണ് കൃപയാൽ ആ ഭൂമിയും സ്ഥലവും ദൈവം ഞങ്ങൾക്ക് നൽകി. അവിടെ ഞങ്ങളിപ്പോൾ ആലയം ഉണ്ടാക്കുകയും ഒരു ഭവനം ചമയ്ക്കാനും ദൈവം ഞങ്ങൾക്ക് കരുണ തോന്നി. ഗദയോൻ്റെ ദൂത് ദൈവം പറഞ്ഞല്ലോ, നിൻ്റെ അപ്പൻ, ആമേൻ ഇല്ലേ, സ്തോത്രം, യോവാഷ് എന്നാന്ന് തോന്നുന്നു അല്ലേ, നിൻ്റെ അപ്പനുണ്ടാക്കിയ ബാലിൻ ബലിപീഠം ഇടിച്ചിട്ട് അവിടെ യഹോവയുടെ നാമത്തിലുള്ള യാഗപീഠം ഉണ്ടാക്കണം. ഞങ്ങൾ കൂടെ കണ്ണ് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാറുണ്ട്. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും ദൈവത്തിന് കണ്ണ് നിറഞ്ഞ സ്തുതിച്ചു. യോഗ്യത കൊണ്ട് ഇവിടെ എത്തിയതല്ല, കരുണയാ, കൃപയാ.
ആമേൻ. ദൈവത്തിൻ്റെ കരം മാത്രമാ. യെസ്, അതുകൊണ്ട് തിരിച്ചറിവുണ്ടാകണം ദൈവമക്കൾക്ക്. ദാവീദ് ജനത്തെ എണ്ണി, അവന് സംഹാരമുണ്ടായി. എത്രയോ പേരാ തട്ടിപ്പോയത്. ഇതേ പഴയ നിയമ കാലഘട്ടത്തിൽ നെഹമ്യാവ് ജനത്തെ എണ്ണി, നത്തിങ് ഹാപ്പൻ, ഒന്നും സംഭവിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിവ്. സ്തോത്രം. ആസ്യയിൽ പ്രസംഗിക്കരുതെന്നും തെസ്സലോനിക്കയിലേക്ക് പ്രസംഗിക്കാൻ പോകുന്നത് തടഞ്ഞത് പിശാചാണെന്നും ആസ്യയിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞത് ദൈവാത്മാവാണെന്നുമുള്ള അറിവാണ് ഇന്ന് നമുക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. പത്രോസേ, ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടന്നു വരുന്നത് ഭൂതമല്ലടേ, ഇത് ദൈവമാ, ക്രിസ്തു. പക്ഷെ അവൻ പറഞ്ഞത് എന്തുവാ? ഇത് ഭൂതമാ. പല ദൈവമക്കളുടെയും വിഷയം ഇതാ. തിരിച്ചറിവില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. യാക്കോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചിലർ വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും കിട്ടുന്നില്ല, പ്രാർത്ഥന പോലും കറക്റ്റ് അല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 3 ഗ്രഹിച്ചറിയുക. പീലിപ്പോസ് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, എനിക്ക് പൊരുൾ തിരിച്ചു തരാൻ ഒരാളെ വേണം. പ്രൈസ് ദി ലോർഡ്. കേറിക്കോ രഥത്തിൽ. സ്നാനപ്പെട്ടാണ് അത് കഥ അവസാനിക്കുന്നത്, അല്ല ചരിത്രം. ആമേൻ. 4 പൗലോസ് പറയുന്നുണ്ട് തൻ്റെ അനുഭവം അനുഭവിച്ചറിയുക. അതുകൊണ്ട് രുചിച്ചറിവ്, തിരിച്ചറിവ്, ഗ്രഹിച്ചറിവ്, അനുഭവിച്ചറിവ്, തിരിച്ചെത്താം ദൈവവചനത്തിലേക്ക്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം. സ്തോത്രം. നമ്മുടെ ചിന്താവിഷയം ഇതാണ്. വേഗത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം. നാച്ചുറലായിട്ടുള്ള സ്വാഭാവിക സംഭാഷണ രീതിയിൽ പറയുന്ന ചില വാക്കുകൾ അതിശക്തമായ ദൈവിക ദൂതായി പരിണമിക്കുന്നു. അതാണ് നമ്മുടെ വിഷയം. എന്താ പറഞ്ഞത്? സ്വാഭാവിക സംഭാഷണ രീതിയിൽ പറഞ്ഞ ചില വാക്കുകൾ, പക്ഷെ എന്തായി? അത് പ്രവാചക ശബ്ദമായി ദൈവത്തിൻ്റെ ദൂതായി പരിണമിക്കുന്നു. അതിൻ്റെ 1-ാമത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ലൂക്കോസ് 1:65 വായിച്ചത് ഇങ്ങനെയാണ്. 67 അല്ലേ? അവൻ്റെ അപ്പനായ സക്കറിയാവ് എന്നാ ചെയ്തെന്ന? പ്രവചിച്ചു. സക്കറിയാവ് പ്രവാചകനാണോ? സക്കറിയാവ് ആരാ? സക്കറിയാവ് ഒരു പ്രീസ്റ്റ്, പുരോഹിതനാ. ഇവൻ എങ്ങനെ പ്രവാചക ശബ്ദം പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. പ്രവചിക്കുന്ന ആളിനെ നമ്മൾ എന്നാ പറയും? പ്രവാചകൻ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ് അല്ലേ? ഇവൻ പ്രവാചകനല്ല, പക്ഷേ അക്കോർഡിംഗ് ദ സിറ്റുവേഷൻ, സാഹചര്യം ഒരുക്കപ്പെട്ടവനെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ ഇന്ന് കർത്താവ് ചിലരോട് ദൂത് പറയുകയാ. നിന്റെ ജീവിതത്തിൻ്റെ, ആത്മീക ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചവിട്ടാൻ ചില സാഹചര്യം നിന്നെ അതിൽ കൂടെ കടത്തിവിടാൻ പോവാ. ഇവിടെ ആരോ ടെസ്റ്റിമണി പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു, ശാരീരിക പ്രതിസന്ധിയുടെ മുൻപിൽ 7 ദിവസം ഉപവാസം എടുക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞല്ലോ. സ്തോത്രം. അതിന് മുന്നിൽ ദൈവത്തിൻ്റെ കരം അനുഭവിക്കപ്പെട്ടതും ഞാൻ കേട്ടു. പ്രിയരെ, ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നമ്മളെ പുതുപുത്തൻ മണ്ഡലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന ചില മേഖലകളുണ്ട്. ആമേൻ. ചില പ്രയാസങ്ങളാകാം, പ്രതിസന്ധികളാകാം. അവിടെ അവസരോചിതമായിട്ട് ആത്മീക പ്രതലത്തിലേക്ക് ചവിട്ടിക്കയറ്റാനുള്ള, അല്ല കയറാനുള്ള വേദികളാണെന്ന് തിരിച്ചറിയുന്നത് നല്ലതാ. അതല്ലെങ്കിൽ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ അപ്പുറത്ത് കട്ടളയ്ക്കിരുന്ന് പെയിൻ്റ് അടിക്കുന്ന അച്ചായനെ പോലെ ആകരുത്. വരയും കുറിയൊക്കെ ഇട്ട് കട്ടളയ്ക്ക് പെയിൻ്റ് അടിക്കുക. പക്ഷെ വേറെ എന്ത് ചെയ്യുക? പുര തീ കത്തുകയാ, അച്ചായൻ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഉണരേണ്ടവർ സമയത്തുണരണം. അവസരോചിതമായി നിന്നെ ഉണർത്താൻ ദൈവം തരുന്ന ചില പ്രതികൂലങ്ങളുണ്ട്, പരിശോധനകളുണ്ട്. പക്ഷേ ഉണർന്നില്ലെങ്കിൽ അത് പരാജയമാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. സദൃശ്യവാക്യം 1-ാം അധ്യായത്തിൽ 24, 25, 26, 27 ഒക്കെ വായിക്കുന്നുണ്ട്. ഇങ്ങനെയാ, ദൈവത്തെ അന്വേഷിക്കേണ്ട സമയത്ത് അവനെ അന്വേഷിക്കണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. അതല്ലെങ്കിൽ എന്നാ പറ്റും? നിങ്ങൾ വിളിക്കും, ഞാൻ കേൾക്കില്ല, മറുപടി തരില്ല. പ്രൈസ് ദി ലോർഡ് ഇല്ലേ? അങ്ങനെയാ വായിക്കുന്നത്. എൻ്റെ കണ്ടന്റ് അങ്ങനെ എന്നാ. നിങ്ങൾ വിളിക്കും. 1-ാം അധ്യായം ഞാൻ ശ്രദ്ധിക്കത്തില്ല, ചിരിക്കുമെന്ന് പോലും പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ് ഇല്ലേ? സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഉണരേണ്ടവരുണരണം. ആത്മീക ജീവിതത്തിൻ്റെ ഒരു അന്യഭാഷ കൊണ്ട് നിന്റെ ആത്മീക ജീവിതം അവസാനിക്കരുത്. ഉണർവെന്ന് പറയുന്നത് കേവലം അന്യഭാഷയല്ല സഹോദരി.
അന്യഭാഷയല്ല ബ്രദറെ, കേവലം ഒരു അന്യഭാഷയിൽ അവസാനിക്കുന്നതല്ല ഉണർവ്. ഉണർവെന്ന് പറഞ്ഞാൽ നീ ആ ഉണർവിൻ്റെ സമയം മുതൽ അല്ല തീരുമാനമെടുക്കുമ്പോൾ, ഉണരുമ്പോൾ അന്ന് മുതൽ തിരുവചനം ധ്യാനിക്കാനോ വായിക്കാനോ തുടങ്ങും. പേഴ്സണൽ പ്രയറിൽ കൃത്യമായ പേഴ്സണൽ പ്രയർ ഉണ്ടാകും. ഞാൻ അതിന് അല്പം കൂടെ പ്രയോറിറ്റി കൊടുക്കുകയാണ്. നിങ്ങൾ പ്രവാചകരാകാം, നിങ്ങൾ ആത്മീക അന്യഭാഷയോ വലിയ ഉപവാസമുള്ളവരുമാകാം, നല്ല സഭയിൽ 150 പേര് 200 പേര് കൂടുന്ന സഭയിലെ അംഗമാകാം. ഒന്നും തെറ്റില്ല. സെൻട്രൽ പാസ്റ്ററുടെ ഫോൺ നമ്പർ കാണാം. അപ്പൻ പാസ്റ്ററാകാം, അമ്മ പാസ്റ്ററണിയാകാം. ആമേൻ. പ്രസിഡന്റിൻ്റെ ബന്ധമുണ്ടാകാം. പക്ഷെ ഒരു കാര്യം, പേഴ്സണലായിട്ട് പ്രയർ ഇല്ലെങ്കിൽ തലയും കുത്തി വീഴും. പേഴ്സണൽ പ്രയർ. സഭായോഗം മുടങ്ങുന്നതിന് എക്സ്ക്യൂസ് പറയാം, തീർച്ചയായിട്ടും ഡ്യൂട്ടിയാ, അത് എക്സ്ക്യൂസബിളാ അല്ലെങ്കിൽ അക്സെപ്റ്റബിളാ. പ്രൈസ് ദി ലോർഡ്. പേഴ്സണൽ പ്രയറിന് എക്സ്ക്യൂസ് ഇല്ല. ഞാനൊന്നുകൂടി പറയാം, നിന്റെ 20 മിനിറ്റോ 30 മിനിറ്റോ 15 മിനിറ്റത്തെ പേഴ്സണൽ പ്രയറിന് എക്സ്ക്യൂസ് ഇല്ല. നോ എക്സ്ക്യൂസ് അറ്റ് ഓൾ. ഡ്യൂട്ടി ഉണ്ടെന്ന് പറയാം ഞായറാഴ്ച, തീർച്ചയായിട്ടും തെറ്റില്ല. നമ്മളിവിടെ ആരാധിക്കാൻ വന്നതല്ല, ഇവിടെ ജോലിക്ക് വന്നവരാ നിങ്ങൾ. ആമേൻ. അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലെ ആരാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടെത്തി ഇവിടെ വരുന്നത് വലിയ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പേഴ്സണൽ പ്രയറിന് എക്സ്ക്യൂസ് ഇല്ല. അത് നഷ്ടമാകരുത്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞ് ചിലർ പറയാറുണ്ട്. സ്തോത്രം. ചോദിക്കുമ്പോൾ പറയാറുണ്ട് പേഴ്സണൽ പ്രയർ ഇല്ല, പിന്നെ എങ്ങനെ അഭിഷേകം കിട്ടുന്നത്? ഞാൻ ഒന്നുകൂടി പറയാം, ഇവിടെ അഭിഷേകം പ്രാപിച്ചവർ, നിങ്ങളോടൊരു സന്ദേശം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് പേഴ്സണലി പ്രയർ ഇല്ലെങ്കിൽ, മോനെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പേഴ്സണൽ പ്രയർ ഇല്ലെങ്കിൽ നിങ്ങളുടെ അന്യഭാഷ 6 മാസത്തിനകം തീരും. നിങ്ങളുടെ അന്യഭാഷയും അഭിഷേകവും ഒരു 2, 3, 6 മാസത്തിനകത്ത് ശബ്ദം കാണത്തില്ല, അന്യഭാഷ കാണത്തില്ല. അതിൻ്റെ കാരണം ഇത്രയുള്ളൂ, അന്യഭാഷയേക്കാൾ അടിസ്ഥാനം നിന്റെ പ്രാർത്ഥനയാ. ആമേൻ. ഇവിടെ ആണോ എല്ലാവരും? ആരും മിണ്ടുന്ന പോലും ഇല്ലല്ലോ. പേഴ്സണലി പ്രയറിൻ്റെ മുകളിലാണ് അന്യഭാഷ. വ്യക്തിപരമായി നിനക്ക് ദൈവത്തോട് ബന്ധം വേണം. ഞാൻ മുന്നോട്ട് നീങ്ങുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഇതുവരെ ശരിക്ക് റെഗുലർ പ്രയർ ഇല്ലാത്തവർ, ആമേൻ, ആവശ്യങ്ങളുടെ മുൻപിൽ മാത്രം പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, നോ, നിനക്ക് ദൈവത്തോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. ആവശ്യങ്ങളുടെ മുൻപിലോ വിഷയങ്ങളുടെ മുൻപിലോ മാത്രം പ്രാർത്ഥിക്കുന്നവരാകരുത്. ദൈവം നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറയണം. നല്ല കിഡ്നി തന്നതിന്, ഓക്സിജൻ ശ്വസിക്കാൻ കരുണ തോന്നി നമ്മളെ അനുഗ്രഹിക്കുന്നതിന്, ഹാർട്ട് നല്ലത് നൽകിയതിന്, ശ്വസിക്കാൻ അവസരം നൽകിയതിന്, വൈകല്യമില്ലാതെ ജനിക്കാൻ കൃപ നൽകിയതിന്. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പുഷ്പഗിരി ഹോസ്പിറ്റലിലെ ലിഫ്റ്റിലിരുന്നു കൊണ്ടൊരു മനുഷ്യൻ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. കിഡ്നി ഫെയിലിയറാ, നട്ടുച്ച നേരമാ, ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ലിഫ്റ്റിൽ പോകുക. നല്ല സമ്പന്നനായ മനുഷ്യൻ. പക്ഷേ ആമേൻ, ആ സമയത്ത് ഉച്ചഭക്ഷണത്തിന് ആരൊക്കെയോ ഭക്ഷണപ്പൊതിയോ വെള്ളമൊക്കെ ആയിട്ട് അതേ ലിഫ്റ്റിൽ കയറി നിൽക്കുക. ആ മനുഷ്യന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വേണ്ടി സ്തോത്രം ദാഹിക്കുകയാ. അറിയാമല്ലോ, ഡയാലിസിസ് പേഷ്യൻ്റിനൊക്കെ വെള്ളം വളരെ കൃത്യമായിട്ട് അളന്നു കുറിച്ചേ കൊടുക്കത്തുള്ളൂ. അദ്ദേഹം എഴുതിയതിങ്ങനെയാ, കുടിക്കാനും കഴിക്കാനും ഉണ്ടെങ്കിലും അത് അനുഭവിക്കാനുള്ള യോഗമില്ല. അങ്ങനെ എത്രയോ പേരുണ്ട്. സ്തോത്രം. കരയാ. ദൈവകൃപ, നമുക്ക് ദൈവം നൽകുന്ന നന്മയ്ക്ക് നന്ദി പറയണം കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിൽക്കുന്നു. സ്തോത്രം. മുന്നോട്ട് നീങ്ങട്ടെ. വ്യക്തിപരമായി ഉണരണം. പ്രാർത്ഥനയും വചനധ്യാനവും ആത്മീക ജീവിതവും. പ്രൈസ് ദി ലോർഡ്. ഉണർവിൻ്റെ ഭാഗമാണ്. ഉണർവിൻ്റെ ഭാഗമാണ് ആരാധനയ്ക്ക് കൃത്യമായിട്ട് വരുന്നത്. ഉണർവിൻ്റെ ഭാഗമാണ് നിൻ്റെ തലമുറയെ സൺഡേ സ്കൂളിന് കൃത്യമായിട്ട് വിടുന്നത്. ഞങ്ങൾ ഇന്നലെ പാസ്റ്ററുമായിട്ടൊരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനത് അദ്ദേഹത്തിൻ്റെ വാക്ക് കടമെടുത്ത് പറയുക. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സൺഡേ സ്കൂളിന് കൃത്യമായിട്ട് കുട്ടികളെ കൊണ്ടുവിടുന്നവർ എത്ര പേരുണ്ടെന്ന് കൈവക്കുകയെ? എനിക്ക് 1-2 പേരുണ്ടായിരുന്നു തോന്നുന്നു. അടുത്തത് ചോദ്യം, സ്കൂളിൽ കൃത്യമായിട്ട് കൊണ്ട് സ്കൂളിൽ വിടുന്നവരെന്ന് കൈവക്കുകയെ? എല്ലാവരും കൈവക്കും. എല്ലാം മനസ്സിലായോ? ഇല്ല. സ്തോത്രം. സ്കൂളിൽ
കൃത്യമായിട്ട് സൺഡേ സ്കൂളിൽ കൊണ്ട് അവിടെ വിടുന്നവർ സൺഡേ സ്കൂളിന് എന്തില്ല? പ്രൈസ് ദി ലോർഡ്. നിശ്ചലമായി, അരമണിക്കൂർ സൈലൻ്റായി സ്വർഗം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഉണ്ടോ? ഉണർവിൻ്റെ കാര്യമായി പറയുന്നത്. ഉണർവെന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഉണ്ടാകണം. അതിൻ്റെ അലവലികൾ. അന്യഭാഷയ്ക്ക് തീരൽ ഉണർവ് തെറ്റി. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് ഉണർവ് കിട്ടി, ചലിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കേവലം അന്യഭാഷ മാത്രമല്ല, ദൈവം നൽകുന്ന ഉണർവ് എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും. നിന്റെ ടോക്കിങ്ങിൽ നിന്റെ കോപം മാറും, നിന്റെ അസൂയ മാറും. അതുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സക്കറിയ പുരോഹിതൻ പ്രവാചകനല്ല, പക്ഷേ അക്കോർഡിംഗ് ദ സിറ്റുവേഷൻ അവനൊരു പ്രവാചക ശബ്ദം പറയുന്നു. പാസ്റ്റേ, സമയം തീർന്നില്ലേ? ആമേൻ. ഞാൻ വേഗത്തിൽ നിർത്താം. താങ്കൾ എങ്ങനെ പ്രവചിച്ചു സക്കറിയാവേ ചോദിച്ച് അദ്ദേഹം പറയും, തലമുറയില്ലാതിരുന്നു. 1:13 ലൂക്കോസ്. ഗബ്രിയേൽ ദൂതൻ ആലയത്തിനകത്ത് ഇറങ്ങി വന്നു, എന്നോട് പറഞ്ഞു, എന്താ സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഈ പകലൊരു ദൂത് ഞാൻ കൈമാറാം. നാളെ വരെ നിനക്ക് ദൂത് ദൈവം തന്നത് ലഭിക്കുമെന്നല്ലേ? പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചല്ല, ഫ്യൂച്ചർ ഉപയോഗിച്ചല്ലേ? പക്ഷെ ഇവിടെ ഇന്ന് ദൈവം സക്കറിയാവിനോട് പറഞ്ഞ ദൂത് എന്തുവാ? പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച. എന്താ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇറ്റ് ഹാസ് ഡൺ, സംഭവിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഈ പകൽക്കാലം ആത്മാവിൽ പറയാം, ചിലരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയാൻ പോവാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ചിലർ നിന്നോട് പറയാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ അധികാരികൾ നിനക്ക് കിട്ടാൻ പോകുന്ന സന്ദേശം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ആമേൻ. മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകും. നിന്റെ തലമുറയുടെ റിസൾട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകും. നിന്റെ ശാരീരിക സൗഖ്യം പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകും. നിനക്ക് കിട്ടാൻ പോകുന്ന തലമുറ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകും. അടലധാരകസ്യംഭം. ഈ പകലൊരു സന്ദേശം കൂടെ ഞാൻ ചേർത്ത് വെച്ച് പറയാം. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയ ദൈവ പൈതലേ, പ്രാർത്ഥിച്ച് നന്മ പ്രാപിച്ച ദൈവ പൈതലേ, അതേ വിഷയത്തിൽ പിശാച് നിന്നെ അലട്ടാൻ ശ്രമിക്കുന്നു. ഇന്നലകളിൽ പ്രാപിച്ച രോഗസൗഖ്യം, പ്രാർത്ഥിച്ച് കിട്ടിയ തലമുറ, പ്രാർത്ഥിച്ച് കിട്ടിയ അത്ഭുതം, പ്രാർത്ഥിച്ച് കിട്ടിയ ജോലി, എന്തോ നിനക്ക് പ്രാർത്ഥിച്ച് കിട്ടിയോ അതിനെ കയറി അള്ളാൻ ശ്രമിക്കുന്ന പൈശാചികത്വം. പക്ഷെ ദൈവം ഇന്ന് പകൽ അത്ഭുതം ചെയ്യും. ഒരു സെക്കൻഡ് ടച്ച് ഉണ്ടാകട്ടെ. മനോഹ പ്രാർത്ഥിച്ചതുപോലെ ഒരു സെക്കൻഡ് ടച്ച്. ഒരിക്കൽ കൂടെ ആ ദൂതൻ ഞങ്ങളുടെ വീട്ടിൽ വരണം. പ്രൈസ് ദി ലോർഡ്. സക്കറിയാവ് പ്രവചിക്കുന്നു. കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ. വന്ധ്യവയോധികന്റെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന്റെ പേരിടിയിൽ കർമ്മം നടക്കുകയാ. ആ പേരിടിയിൽ കർമ്മത്തിന്റെ അന്ന് പേരിടാൻ വന്ന പുള്ളികളെല്ലാം കൂടെ പറഞ്ഞു, ഈ പുള്ളിക്ക് മിണ്ടാട്ടമില്ല, ശബ്ദമില്ല. ഭാര്യ എലിസബത്ത് ചോദ്യം, ഈ കുഞ്ഞിന്റെ പേരെന്തായിടും? 1:13 ദൈവം പ്രത്യേകം സക്കറിയാവിനോട് പറഞ്ഞു, യോഹന്നാൻ എന്ന പേരിടണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എലിസബത്തിനോട് അവർ ചോദിച്ചു, പേരിടാമെന്നവർ, എന്നാ പേര്? പുള്ളിക്കാരി പറഞ്ഞു യോഹന്നാൻ. അവരുടെ ഉത്തരം, നമ്മുടെ ചാർച്ചക്കാർ റിലേറ്റീവ്സിൽ ഇങ്ങനെ ഒരു പേരില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സന്ദേഹിച്ച് നിൽക്കുമ്പോൾ സക്കറിയാവിന്റെ കയ്യിൽ പലക കൊടുത്തു, എഴുത്. അവൻ എഴുതി. എന്നാ എഴുതിയത്? യോഹന്നാൻ. ശാരീരിക വൈകല്യമുണ്ടെങ്കിലും ദൈവിക ദൂത് കൃത്യമായി അവൻ എഴുതി കാണിച്ചു. അത് എഴുതുകയും വാ തുറക്കുകയും ഒരുപോലെ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ വാ തുറക്കൽ ഒരു പ്രവാചക ശബ്ദമായി. നാളിതുവരെ പ്രീസ്റ്റായിരുന്നവൻ ഇപ്പോൾ പ്രവാചകനായി. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ടി ദൈവത്തോട് ഇടപെടുന്നവനാ. യാഗമർപ്പിച്ച് പ്രവാചകൻ ദൈവത്തിന് വേണ്ടി മനുഷ്യനോട് സംസാരിക്കുന്നവൻ. 2 ടൈപ്പ് ശുശ്രൂഷകളും ചെയ്യുകയാ. സ്തോത്രം ചെയ്യാം. കണ്ണുകളടയ്ക്കാം. ഞാൻ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. സക്കറിയാവ് പ്രവചിക്കുന്നു. ആമേൻ. പ്രിയരെ, നീ ഒരു പ്രവാചകനല്ലായിരിക്കാം, പക്ഷേ അക്കോർഡിംഗ് ദ സിറ്റുവേഷൻ, സന്ദർഭോചിതമായി നീ പറയുന്ന ചില വാക്ക് ദൂതാകും. സഹോദരി, നീ ഭൂതത്തെ ഇറക്കുന്ന ഭൂതശാന്തി വരമുള്ള വ്യക്തിയായിരിക്കില്ല. പക്ഷേ നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള രോഗങ്ങൾ, നിന്റെ കുടുംബത്തിൽ വരുന്ന ചില ശാരീരിക പ്രയാസങ്ങൾ, അല്ല പൈശാചിക പോരുകൾ നിന്റെ പ്രാർത്ഥനയിൽ അഴിഞ്ഞു മാറാൻ പോകുകയാ. നീ വേദിയിൽ ഭൂതത്തെ ഇറക്കുന്ന വ്യക്തിയല്ല. അക്കോർഡിംഗ് ദ സിറ്റുവേഷൻ, അക്കോർഡിംഗ് ദ സിറ്റുവേഷൻ നിന്റെ മേൽ ഭൂതത്തിന്റെ മേലുള്ള അധികാരം ദൈവം തരാൻ പോവാ. നീ രോഗശാന്തി വരപ്രാപ്തനോ പ്രാപ്തിയോ അല്ല.
പക്ഷേ ചില രോഗങ്ങൾ നിന്നിൽ കൂടെ സൗഖ്യമാകും. ആത്മാവിൽ ദൂതുവരെ കണ്ണടയ്ക്കാം യേശുവിന്റെ നാമത്തിൽ. സക്കരിയ പ്രവാചകൻ അവൻ കാഷ്വലി പറഞ്ഞ വാക്കാ, പക്ഷെ ദൂതായി. അടിമ പെൺകുട്ടി കാഷ്വലി പറഞ്ഞു ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അത് ദൂതായി. അബ്രഹാം കാഷ്വൽ ടോക്കാണ്, മകനോട് പറഞ്ഞു മകനെ യാഗമൃഗത്തെ യഹോവ കരുതിക്കൊള്ളും. ഇറ്റ് ഈസ് ഒരു പ്രോഫസി, അതൊരു ദൂതായി പരിണമിച്ചു. യേശുവിന്റെ നാമത്തിൽ. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. സർവശക്തൻ കൂടെ ഇരിക്കണം. ഞങ്ങൾ ആത്മീകത്തിൽ സമ്പന്നരാകട്ടെ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പറയുന്ന വാക്കുകൾ ദൂതായി പരിണമിക്കട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുതമുണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളിൽ പലരും പ്രൊഫഷണൽ ശുശ്രൂഷകരല്ലെങ്കിലും ജനത്തെ അനുഗ്രഹിക്കുക, ആത്മാക്കളെ നേടുന്നവരായി തീരട്ടെ. ഒരു പാസ്റ്റർക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ജനത്തെ ദൈവസഭയിൽ കൊണ്ടടിപ്പിക്കാൻ, ക്രിസ്തുവുമായി ബന്ധപ്പെടുത്താൻ നിന്റെ മക്കളിൽ ചിലരെ ശക്തരാക്കി ഉപയോഗിക്കണം. അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ നാമത്തിൽ തന്നെ. ഒറ്റ വാക്കൂടെ. സ്തോത്രം. ദൈവസഭ സീറ്റിംഗ് കപ്പാസിറ്റിയേക്കാൾ സെൻഡിങ് കപ്പാസിറ്റി കൂടണം. ഒരു ദൈവസഭയുടെ പ്രത്യേകതയും, ഒരു ദൈവസഭ ഹെൽത്തി ആയിട്ടുള്ള, സ്പിരിച്വലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ദൈവസഭയുടെ പ്രത്യേകത സീറ്റിംഗ് കപ്പാസിറ്റിയേക്കാൾ സെൻഡിങ് കപ്പാസിറ്റി. സുവിശേഷം പറയുന്നവരായി, ദൈവവേലയ്ക്ക് സമർപ്പണമുള്ളവരായി ചിലർ മാറണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.